കുട്ടികൾക്ക് അവരുടെ ബാല്യം തിരിച്ചു നൽകും എന്ന ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനത്തോടെ UK-യിലെ കീത്ത് സ്റ്റാർമർ സർക്കാർ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമ ഉപയോഗം നിയമം മൂലം നിരോധിച്ചുകൊണ്ട് പുതിയ സോഷ്യൽ ലെജിസ്ലേഷന് രൂപം നൽകുകയാണ്. നേരത്തെ ഓസ്ട്രേലിയ 2025-ൽ സമാനമായ ഒരു നിയമത്തിലൂടെ ബാൻ ചെയ്യപ്പെട്ടതിൻ്റെ ചുവട് പിടിച്ചാണ് UK-യിലും സമാനമായ ഒരു നിയമം നടപ്പിലാക്കുന്നത്. ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് അത്തരമൊരു കാര്യം അനിവാര്യമാണോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന അഭിപ്രായവും എനിക്കുണ്ട്. നമ്മൾ സാധാരണ എല്ലാത്തിനും മെച്യൂരിറ്റി നിർദ്ദേശിക്കാറുണ്ട്. വോട്ടവകാശത്തിനുണ്ട്, മറ്റു പല കാര്യങ്ങൾക്കൊക്കെയുണ്ട്. അത് കേവലമായ ഗണിതങ്ങളുടെ കളികളെന്നുള്ള നിലയിലല്ല പ്രായം ഫിക്സ് ചെയ്യുന്നത്. കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനുമൊക്കെയുള്ള ഒരു മെച്യൂരിറ്റി ആയി വരുന്നതിനുള്ള ഒരു സമയം കൂടി കണക്കിലെടുത്താണ് അത്തരം കാര്യങ്ങൾ, വിവാഹപ്രായം അടക്കമുള്ളവ പലപ്പോഴും നിയമപ്രകാരം നിജപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, നിങ്ങൾ മൊബൈൽ ഫോണും 2 വീലറും ആൺകുട്ടികളോട് 25 വയസ്സ് വരെ നിങ്ങൾക്ക് സക്സസ്ഫുള്ളായി മാനേജ് ചെയ്യാനായാൽ പിന്നീടുള്ള നിങ്ങളുടെ ലൈഫ് വളരെ ശോഭനമായിരിക്കുന്നു. ഏതാണ്ട് സമാനമായ സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് ഇത്തരമൊരു നിരോധനത്തിൻ്റെ പശ്ചാത്തലം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ബാല്യ കൗമാരങ്ങളിൽ, ഇന്നത്തെ 40കളിൽ 50കളിൽ അല്ലെങ്കിൽ 60കളിലൊക്കെ എത്തി നിൽക്കുന്നവരുടെ ബാല്യ കൗമാരങ്ങൾ പറമ്പിലായിരുന്നു, പുഴയിലായിരുന്നു, കുളത്തിലായിരുന്നു, കളിയിടങ്ങളിലായിരുന്നു, സ്കൂളുകളിലെ കളിക്കൂട്ടങ്ങളിലായിരുന്നു, ഫിസിക്കൽ പ്രോക്സിമിറ്റിയുള്ള സൗഹൃദങ്ങളിലായിരുന്നു. എന്നാൽ ഇന്ന് നല്ലൊരു ശതമാനം കുട്ടികളും സോഷ്യൽ മീഡിയയുടെ അഡിക്റ്റാണ്. ആ സോഷ്യൽ മീഡിയയുടെ അഡിക്റ്റിൻ്റെ ഭയാനകത എത്രത്തോളമെന്ന് വെച്ചാൽ, ചിലരത് ഒഴിവാക്കിയാൽ കാണിക്കുന്ന നിർബന്ധ ബുദ്ധി, മദ്യലഹരിയിൽ മുങ്ങിത്താന്നു പോയ ഒരാൾക്കത് കിട്ടാതെ വരുമ്പോഴുള്ള വെപ്രാളം മൂലം കാണിക്കുന്നത് പോലെയാണ്. കുഞ്ഞു കുട്ടികൾക്ക് പോലും അത് കാണിച്ച് ഭക്ഷണം വാരി കൊടുക്കേണ്ടി വരുന്ന സ്ഥിതി, അത് കയ്യിൽ വെച്ചുകൊണ്ട് ഉറങ്ങുന്നത് വരെ നോക്കിക്കിടക്കുന്നൊരവസ്ഥ, അതിലൂടെയൊക്കെ കാണുന്ന ഒരുപാട് വയലൻസുകളും അതുപോലെ തന്നെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന, അവരുടെ മാനസിക വളർച്ചയെ തകർക്കുന്ന, അതിൻ്റെ വേഗതയില്ലാതാക്കുന്ന തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓസ്ട്രേലിയ അത് നിരോധിച്ചത്. ഇപ്പോൾ സമാനമായ രീതിയിലാണ് UK-യും അത് നിരോധിക്കാൻ ഒരുങ്ങുന്നത്. 1,16,000-ഓളം പേരൻസുമായി നടത്തിയ ഒരഭിപ്രായ രൂപീകരണത്തിൽ അതിൻ്റെ 86% പേരും, റഫ്ലി 90% പേരൻസും അതിൻ്റെ നിരോധനം ആവശ്യമാണ് എന്ന ഉറച്ച നിലപാടാണ് സ്വീകരിച്ചത്. അതിൻ്റെ ആദ്യഘട്ടമായി ചെയ്യാൻ പോകുന്നത് ഈ ടെക് ഭീമന്മാർക്ക് കത്ത് നൽകും. ആ കത്ത് പ്രകാരം അവർ AI ടൂളോ മറ്റേതെങ്കിലും ടൂളുകൾ ഉപയോഗിച്ച് ഇത് കാണുന്ന ആൾ 16 വയസ്സിൽ താഴെയുള്ളതാണെന്ന് തോന്നിയാൽ ഇതിനെ കട്ട് ഓഫ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാക്കാത്ത പക്ഷം എന്തെങ്കിലും തരത്തിൽ കേസ് റിപ്പോർട്ട് ചെയ്താൽ ഓസ്ട്രേലിയ വളരെ ഭീകരമായ $56,000 എങ്ങാണ്ട് വരുന്ന അത്രയും തുല്യമായ തുകയാണ് ഓരോ കേസിനും ഈടാക്കാൻ, നഷ്ടപരിഹാരം ചുമത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. സമാനമായ രീതിയിലാണ് ഇവിടെയും. ഇതിൽ നിരോധിക്കപ്പെടുന്നത് പേഴ്സണൽ ചാറ്റുകളല്ല, എന്ന് വെച്ചാൽ വാട്സപ്പ് അതുപോലെയുള്ള മെസ്സഞ്ചർ അങ്ങനെയല്ല. ഫേസ്ബുക്ക്, യൂട്യൂബ്, സ്നാപ്ചാറ്റ്, ടിക്ടോക്ക് അടക്കമുള്ള കോമൺ സോഷ്യൽ പ്രൊഫൈലുകളാണ്. അതിൻ്റെ ആദ്യഘട്ടമായി ഇപ്പോൾ UK സർക്കാർ ഫേസ്ബുക്കിനോടും അതുപോലെ തന്നെ ടിക്ടോക്കിനോടും സ്നാപ്ചാറ്റുകാരോടും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉള്ള ഏജ് നോക്കിയിട്ട് അതിൻ്റെ കണക്കെടുക്കാനായിരുന്നു. അതാണ്ട് 46 ലക്ഷമോ മറ്റോ അക്കൗണ്ടുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് മുഴുവൻ ആദ്യഘട്ടമായി നീക്കം ചെയ്യണം. അങ്ങനെ നീക്കം ചെയ്ത ശേഷമാണ് പിന്നീട് ഈ സാങ്കേതിക വിദ്യയിലൂടെ ഇതിൻ്റെ പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യേണ്ടത്. മനഃശാസ്ത്ര വിദഗ്ധന്മാരായ ആളുകൾ സർക്കാരിന് പഠിച്ചു നൽകിയ റിപ്പോർട്ടിൽ ഈ പറയുന്ന സംഗതിയിലൂടെ കാണിക്കുന്ന ഒരു അഡിക്ഷൻ ബിഹേവിയർ, സ്ലീപ്ലെസ്നെസ്, അതുപോലെ തന്നെ മാനസിക ആരോഗ്യ വളർച്ചയുടെ വിഘാതമായി നിൽക്കുന്ന ഘടകങ്ങൾ, ആത്മഹത്യാ പ്രവണത അടക്കമുള്ള 100 കണക്കിന് പ്രയാസങ്ങൾ ഇതുകൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഏതായാലും അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് UK ഇത് നിരോധിക്കാനൊരുങ്ങുന്നത്. ആദ്യഘട്ടമായി ലെജിസ്ലേഷൻ നടപ്പിലാക്കിയ ശേഷം അക്കൗണ്ടുകളെല്ലാം റിമൂവ് ചെയ്യുന്ന പ്രക്രിയയും പിന്നീട് തുടർ നടപടികളിലേക്കും കടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് കീത്ത് സ്റ്റാർമറുടെ പ്രസ്താവന പ്രസക്തമാവുന്നത്. നിങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ ബാല്യം തിരിച്ചു തരാനൊരുങ്ങുകയാണ് നമ്മൾ. അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലും പ്രസക്തമായ ഒരു സംഗതിയാണ് എന്ന്
നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് കമൻ്റ് എഴുതുക. ഇതൊരു പ്രചാര വീഡിയോ ആയി ഒരുപാട് മനുഷ്യരിലേക്ക്, ഉത്തരവാദിത്തപ്പെട്ടവരിലേക്ക്, വിദ്യാഭ്യാസ മന്ത്രിയിലേക്ക് അടക്കമുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നമ്മുടെ നാട്ടിലും വേണ്ടേ ഇതിനൊക്കെ ഒരു നിയന്ത്രണം, ഒരു പ്രായപരിധി? അല്ലെങ്കിൽ ഈ കുട്ടികളെ ആർക്കാണ് നിയന്ത്രിക്കാൻ കഴിയുക?